കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ ബിൽ രാഷ്ട്രപതി ഒപ്പുവച്ചത് 1990 ഓഗസ്റ്റ് 30. ദേശീയ വനിതാ കമ്മീഷൻ ബിൽ രാഷ്ട്രപതി ഒപ്പുവച്ചത് 1990 ഓഗസ്റ്റ് 30. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ (NCW) വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. ദേശീയ വനിതാ കമ്മീഷൻ (NCW) വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാർ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാർ. ആകെ അംഗങ്ങൾ 1+5 6. ആകെ അംഗങ്ങൾ 6. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. രണ്ടാമത്തെ അധ്യക്ഷ വി മോഹിനി ഗിരി. രണ്ടാമത്തെ അധ്യക്ഷ വി മോഹിനി ഗിരി. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത്. ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. ആസ്ഥാനം നിർഭയ ഭവൻ, ഡൽഹി. ആസ്ഥാനം നിർഭയ ഭവൻ, ഡൽഹി. സംസ്ഥാന വനിതാ കമ്മീഷൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ പാസാക്കിയത് 1990. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ പാസാക്കിയത് 1990. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ രാഷ്ട്രപതി ഒപ്പുവച്ചത് 1995 സെപ്റ്റംബർ 5. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ രാഷ്ട്രപതി ഒപ്പുവച്ചത് 1995 സെപ്റ്റംബർ 5. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1995 ഡിസംബർ 1. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1995 ഡിസംബർ 1. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. സംസ്ഥാന വനിതാ കമ്മീഷന്റെ കരട് തയ്യാറാക്കിയത് KR ഗൗരിയമ്മ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ കരട് തയ്യാറാക്കിയത് KR ഗൗരിയമ്മ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. രണ്ടാമത്തെ അധ്യക്ഷ ജസ്റ്റിസ് ഡി ശ്രീദേവി. രണ്ടാമത്തെ അധ്യക്ഷ ജസ്റ്റിസ് ഡി ശ്രീദേവി. വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 6. വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 6. അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കുന്നതും സംസ്ഥാന സർക്കാർ. അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കുന്നതും സംസ്ഥാന സർക്കാർ. റിപ്പോർട്ട് നൽകുന്നത് സംസ്ഥാന സർക്കാരിന്. റിപ്പോർട്ട് നൽകുന്നത് സംസ്ഥാന സർക്കാരിന്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീശക്തി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീശക്തി. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ബാലാവകാശ നിയമം നിലവിൽ വന്നത് 2005. ബാലാവകാശ നിയമം നിലവിൽ വന്നത് 2005. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2007. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2007. ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ലൈംഗിക പീഡനം, മാനസിക പീഡനം, വിവേചനം എന്നിവ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചാൽ ജില്ലാതല മേൽനോട്ട സമിതിയെ അറിയിക്കേണ്ടത് 48 മണിക്കൂറിനകം. ലൈംഗിക പീഡനം, മാനസിക പീഡനം, വിവേചനം എന്നിവ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചാൽ ജില്ലാതല മേൽനോട്ട സമിതിയെ അറിയിക്കേണ്ടത് 48 മണിക്കൂറിനകം. കാലാവധി 3 വർഷം. കാലാവധി 3 വർഷം. ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടികൾ എന്നാൽ 18 വയസ്സ് വരെ. ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടികൾ എന്നാൽ 18 വയസ്സ് വരെ. ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ. ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013. ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരൻ. ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരൻ. ആകെ അംഗങ്ങൾ 6. ആകെ അംഗങ്ങൾ 6. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 18. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 18. ന്യൂനപക്ഷ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നത് 1993 മെയ് 17. ന്യൂനപക്ഷ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നത് 1993 മെയ് 17. ആകെ അംഗങ്ങൾ 7. ആകെ അംഗങ്ങൾ 7. അംഗങ്ങളുടെ കാലാവധി 3 വർഷം. അംഗങ്ങളുടെ കാലാവധി 3 വർഷം. ആസ്ഥാനം ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ആസ്ഥാനം ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 29.
ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 29. ഇന്ത്യയിൽ എത്ര ന്യൂനപക്ഷ മതങ്ങളുണ്ട്? 6. ഇന്ത്യയിൽ എത്ര ന്യൂനപക്ഷ മതങ്ങളുണ്ട്? 6. ഇസ്ലാം മതം, ക്രിസ്തുമതം, സിഖ് മതം, ബുദ്ധമതം, പാർസി മതം, ജൈനമതം. 2014. ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ഒക്ടോബർ 18. ആർട്ടിക്കിൾ 21 പ്രകാരം. ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ഒക്ടോബർ 18. ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത് 2010. ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത് 2010. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്. താങ്ക് യു.